ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവേട്ടനും വക്കീലും കൂടെ കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ സബ് ജയിലിൽ പോയോ, ചെറുക്കനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടേച്ചാൽ അതിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. ചില സംസാരിച്ചോ? സംസാരിച്ചു. അവൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണെന്നും നമ്മുടെ വാർഡിന് കൊടുത്തിരുന്നൊരു ഒരു ആളുണ്ട്, അയാളാണെങ്കിൽ ആകെ പ്രശ്നമാണ്. അവൻ പറഞ്ഞില്ലെങ്കിലും എനിക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലായി അതിനകത്ത് കിടന്ന് അവൻ പാടുപെടുകയാണെന്ന്. ജാമ്യത്തിലിറക്കാൻ എന്താണോ ഒരു വഴി? അന്നേരം അവൻ മാത്രമല്ലേ ഇനി ഉള്ളൂ. അപ്പോൾ അടുത്ത ഹിയറിങ്ങിന് ഇങ്ങനെ ജാമ്യം കിട്ടുമോ എന്നൊക്കെ ശിവേട്ടൻ ഇങ്ങനെ ചോദിക്കുമ്പം ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാരെ മറ്റു പോക്സോ എടുത്ത് കളഞ്ഞാൽ ഓക്കെ, ചെറുക്കനെ ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ഈ വക്കീൽ അന്നേരം ശിവേട്ടനോട് പറഞ്ഞു. അവരതിനകത്ത് മാറ്റം വരുത്താതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നും ആ പെണ്ണിൻ്റെ അച്ഛനെ കണ്ട് സംസാരിച്ചതല്ലായിരുന്നോ? എന്ത് തോന്നി സാറ് ചെന്ന് അയാളെ കണ്ട് സംസാരിച്ചപ്പോൾ? കണ്ണിച്ചോരയുള്ളതാണെന്നാ തോന്നിയത്. അയാളും ഒരച്ഛനായതുകൊണ്ട് എൻ്റെ വിഷമം അയാൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞപ്പം അവരുടെ കയ്യിലാണ് ഹരിയുടെ കാര്യം ഇരിക്കുന്നത്. നടക്കും. എന്തായാലും ഒരു പരസ്പര ധാരണയോടെയല്ലേ നിങ്ങൾ പിരിഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ അങ്ങനെ തന്നെയാ, പക്ഷേ വ്യക്തമായിട്ടൊരു ഉത്തരവ് അയാൾ തന്നില്ലായിരുന്നു. ഞാൻ പിന്നെ വിളിച്ചതും ഇല്ല എന്ന് പറഞ്ഞു. വിളിച്ച് നമ്മൾ നിർബന്ധിച്ചാൽ എന്തെങ്കിലും ഒരു അനിഷ്ടം തോന്നിയാലോ എന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറഞ്ഞപ്പം എന്തായാലും നമുക്ക് നോക്കാന്നേ, ഇത്തവണ നമുക്ക് ജാമ്യം കിട്ടുന്നത് ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ഈ വക്കീൽ ഇത് തന്നെയാണ് ഇയാൾ എല്ലാ തവണയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അവൻ്റെ നോട്ടവും വർത്തമാനവും കൂടി ആകുമ്പോൾ അതങ്ങ് വല്ലാണ്ടാവുകയാണോ? സാറിങ്ങനെ ഇമോഷണൽ ആവാതെ, ഇത്തവണ നമ്മൾ ജാമ്യം എടുത്തിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വക്കീൽ പണി അങ്ങ് നിർത്തും എന്നൊക്കെ ഈ വക്കീൽ പറഞ്ഞപ്പം ഈ പണിയല്ലാതെ എനിക്ക് വേറെ വല്ല പണി അറിയാവുമെന്ന് ചോദിച്ചു ശിവേട്ടൻ. അല്ല, അങ്ങനെയല്ല, എന്നാൽ പിന്നെ അറിയാവുന്ന പണി തന്നെ കളയാതെ നോക്ക്, താൻ മാക്സിമം നോക്ക് എന്നും ശിവേട്ടൻ പറഞ്ഞു. ഞാനെന്തായാലും ക്ലബിലേക്ക് പോകും, അതാ വരുമ്പോൾ വാ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ ശിവേട്ടൻ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ഈ വക്കീലും അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മനു അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കാം. വലിയച്ഛൻ വരുന്നുണ്ട്, എന്നെ വിളിച്ചായിരുന്നു, അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു ശിവേട്ടനെ വിളിക്കുക. ആ സമയത്ത് മനു അതിപ്പോൾ ഹരിയെ കാണാൻ കയറിയപ്പോൾ ഞാൻ സൈലൻ്റ് ആക്കി വെച്ചേക്കുമായിരുന്നു, കോള് വന്നതൊന്നും അറിഞ്ഞില്ല എന്ന് ശിവേട്ടൻ പറഞ്ഞു കേട്ടോ. അവനെങ്ങനെയുണ്ട് അച്ഛാന്ന് ചോദിക്കുമ്പോൾ ഞാനെല്ലാം നേരിട്ട് പറയാം. ഗംഗേട്ടൻ എവിടെ എത്തിയപ്പോഴാണ് അതിനെ വിളിച്ചത്? ഒരു 1 hour എത്തുമെന്ന് പറഞ്ഞു. ശരിയെന്നാ ഞാൻ അങ്ങോട്ടേക്ക് പോരുക, നീ വെച്ചോ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ശിവേട്ടൻ വീട്ടിലേക്ക് പോണു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഗംഗേട്ടൻ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോഴത്തേക്ക് മനു ഇറങ്ങി വന്നപ്പം നിനക്കെങ്ങനെ മനസ്സിലായത് ഇത്രയും സമയം കൊണ്ട് ഞാൻ വരുമെന്ന്? അതും ഇത്രയും പെട്ടെന്ന് നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? അപ്പോൾ വലിയച്ഛൻ്റെ ഈ സഡൻ ആയിട്ടുള്ള വരവ് എന്തിനാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് മനു പറയാം. ഞാൻ ശ്രദ്ധിച്ചില്ല, ശിവൻ്റെ വണ്ടിയില്ലല്ലോ, അവൻ എത്തിയില്ലേ എന്ന് ചോദിച്ചു. അപ്പം അന്നേരം അച്ഛൻ ഉടനെ വരും, ബാഗ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു മനു ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. വൈജ ഇവിടെ തന്നെ ഉണ്ടോ? വൈജാൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. അവൾ എവിടെ എന്നിട്ട്? അകത്തുണ്ടാവും, റൂമിൽ കാണും. കമലയോ? അമ്മയും അകത്തുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്നെന്ത് പറ്റി? ഒരു വിസിറ്റൊക്കെ? അപ്പോൾ വലിയച്ഛനങ്ങനെ പെട്ടെന്ന് യാത്രകളൊന്നും പ്ലാൻ ചെയ്യുന്ന ആളല്ലല്ലോ. പറയാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരകത്തേക്ക് കയറിപ്പോണം. അങ്ങനെ അവരകത്തേക്ക് കയറി ചെന്നു. അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ചായയൊക്കെ ആയിട്ട് അവിടുത്തെ പെങ്കൊച്ചു വന്നു. അപ്പോൾ ഇവളെടുത്ത് ഏറ്റെടുത്ത് അവിടുത്തെ കിച്ചൺ എന്ന് ഇങ്ങനെ അദ്ദേഹം ചോദിക്കുക. ഏകദേശം എന്ന് മനു പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നേ, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ശരീരവേദനയാണ്, കാലിന് ഒരുമാതിരി ഒരു കട്ടുകഴപ്പ് പോലെയാണെന്നും രാവിലെ എഴുന്നേൽക്കാനേ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ കമല പറയുമ്പം പ്രത്യേകിച്ച് വൈജയന്തി വന്നതിന് ശേഷം ക്ഷീണം ഇച്ചിരി കൂടുതലാണെന്ന് പെങ്കൊച്ചു പറഞ്ഞു. അന്നേരമാണോ കമലെ, വൈജയന്തി വന്നതിന് ശേഷമാണോ ഈ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ പെണ്ണ് ചുമ്മാ പറയുന്നത് നന്ദി, ഞാനും വൈജയും ഒത്തൊരുമയോടെ ഇരിക്കുന്നത് ഇവൾക്ക് സുഖിക്കുന്നില്ല, അത്രയേ ഉള്ളൂ എന്ന് കമല പറയുമ്പോൾ ഒന്ന് ചിരിച്ചു. അല്ലെങ്കിൽ വലിച്ച് മനുവേട്ടനോടൊന്ന് ചോദിച്ചു നോക്കി ഏതാ സത്യമെന്ന്. നോ കമൻസ് വലിച്ച, നോ കമൻസ് എന്ന് പറഞ്ഞു മനു. പേടാ ദുഷ്ടാ, നൈസായിട്ട് എന്നെ അങ്ങ് ഒഴിവാക്കിയല്ലേ എന്ന് പെങ്ങൾ ആങ്ങളയോട് ചോദിച്ചു. അപ്പം അല്ല, വൈജയെ കണ്ടില്ലല്ലോ, ഞാൻ വന്നതെന്താ അവൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ആൻ്റെ എന്തോ ഒഫീഷ്യൽ കോളിൽ വരാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം ഓക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു അദ്ദേഹം അങ്ങനെ അവിടെ ഇരിക്കുന്നു. ഹരിയുടെ കാര്യം എന്തായി കമല, അവനെ പോയി കണ്ടായിരുന്നോ ചോദിക്കുമ്പം എന്നാ പറയാൻ എൻ്റെ ഗംഗേട്ടാ, എൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായെന്നറിയാവോ എന്ന് കമല ചോദിക്കുക. അവൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ശുഷ്കാന്തി ഇല്ലെന്നേ, ഞാൻ നിർബന്ധിച്ച വക്കീലിൻ്റെ അടുത്ത് പോലും ഒന്ന് പോണേ എന്നും പറഞ്ഞുകൊണ്ട് കമല ഇന്ന് പരാതി പറയുമ്പം അതെന്താ മനു അങ്ങനെയെന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് വലിയച്ച, ഇതൊക്കെ അമ്മയുടെ വെറും കള്ളത്തരവല്ലേ, ഞങ്ങൾ എത്ര തവണ പറഞ്ഞെന്നറിയോ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാനായിട്ട്? ഒരിക്കലും വരത്തില്ല എന്നിട്ടായിരുന്നു ഈ പറയുന്നത്.
ഞങ്ങളെന്താ അവൻ്റെ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റിനെ കാണുന്നുണ്ട്. ഇനി അടുത്ത ഹിയറിങ്ങിനാണ് എന്തെങ്കിലും ചാൻസ് ഉള്ളൂ. അതും ആ പെൺകുട്ടിയുടെ മൊഴി പോലെ ഇരിക്കുമെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗംഗേട്ടൻ എങ്ങനെ ഇരിക്കാം? ഞാൻ എങ്ങനെയാ ഗംഗേട്ടാ എൻ്റെ മോനെ ആ കോലത്തിലൊന്ന് കാണുന്നേ? എനിക്കത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ലെന്നേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബാക്കി എല്ലാവർക്കും ജാമ്യവും കിട്ടി. എല്ലാവരും വീട്ടിലിരുന്ന് സുഖിക്കുമ്പോൾ അവ മാത്രം ചെയ്യാത്ത തെറ്റിന് അത് കേട്ടപ്പം അമ്മയുടെ വിചാരം മാമ ഇപ്പോഴും പേനയും പെൻസിലും എന്തൊക്കെ ക്ലാസ്സിൽ നിന്ന് അടിച്ചു മാറ്റിയ കേസിനാ ജയിലിൽ കിടക്കുന്നതെന്നാ. പിന്നെ ഇതിനോടൊക്കെ എന്ത് പറയാനാ? അല്ലാണ്ട് അവൻ എന്തോ മനസ്സുമാറ്റം ഉണ്ടായോ, അല്ലെ നന്നാകാൻ ഉദ്ദേശമുണ്ടോ? ഇതൊന്നും അമ്മയ്ക്കറിയണ്ട. അന്നേരം എല്ലാം ശരിയായി വരും കമലേ, ദേ നീ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പറഞ്ഞു അല്ല മനു. അങ്ങനെ അതും പറഞ്ഞ് അവരങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ അവർ കാപ്പികുടിയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും ദേ നമ്മുടെ വൈജ ഇറങ്ങി വന്നു. ഗംഗേട്ടൻ ഇതെപ്പോൾ വന്നു? നിൻ്റെ ഒഫീഷ്യൽ തിരക്കുകളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു ഗംഗേട്ടാ, കുറച്ചായില്ലേ ലീവ്, ഇനിയെങ്കിലും തിരിച്ചു കയറണ്ടേ? അതുവരെയുള്ള പെൻഡിങ്ങും കാര്യങ്ങളും തിരിച്ച് ജോലിയിൽ കയറുമ്പോഴുള്ള പ്രൊസീജിയേഴ്സും എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു എന്ന് വൈജ. എല്ലാം ക്ലിയർ ആയോ എന്നിട്ട്? ഏറെക്കുറെ. അല്ല ഗംഗേട്ടൻ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നൊരു വരവ്? എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ആരോടൊക്കെ പെർമിഷൻ എടുക്കണം? ഇത് എത്രാമത്തെ ആളായി ചോദിക്കുന്നത്? അപ്പം ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് വൈജ. ഗംഗേട്ടൻ അങ്ങനെ ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ഒരാളല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. വീട്ടിലേക്കൊന്ന് വരണമെന്ന് തോന്നി വന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരി, ദേ രഞ്ജു, എനിക്ക് കൂടി ഒരു ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജു ചായ എടുക്കാൻ പോകുമ്പം രോഹിത്തും ബബിതയും കൃഷ്ണയൊക്കെ വിളിക്കാറുണ്ടോ? നീ ഇവിടെ വന്ന് നിന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലേന്ന് ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? എന്തോന്നും ബുദ്ധിമുട്ട്? എൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും അവർക്ക് ബാധകമല്ലല്ലോ. അവർക്ക് ബാലചന്ദ്രനും മറ്റവളും മതിയല്ലോ. ഇപ്പം അവളുടെ കൂടെ ഊര് തണ്ടാൻ പോയിരിക്കാം. കണ്ട വീട്ടിൽ പോയി തെണ്ടി തിന്നാൻ ഒരു മടിയില്ല അവർക്ക്. അത് സമ്മതിച്ചു കൊടുക്കുന്ന അച്ഛനാണ് അവർക്ക് വലുത്. പിന്നെ ഞാനെന്തിനു സംസാരിക്കണം എന്നൊക്കെ വൈജ വലിയ ഡയലോഗ് ഇറക്കുമ്പോഴത്തേക്കും വൈജേ, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ഇടയ്ക്കെങ്കിലും നീ ഒന്ന് ചെവി കൊടുക്കുന്നത് നന്നായിരിക്കും. അവർക്കും അവരുടേതായ ഒരു റീസണും കാര്യങ്ങളൊക്കെ കാണും. അന്നേരം എന്തോന്ന് റീസണാ ഗംഗേട്ടാ? ഇത്രയും കാലം ബാലചന്ദ്രൻ്റെ സന്തതി എന്നായിരുന്നല്ലോ പറച്ചില്. ആ കള്ളം കഴിഞ്ഞ ദിവസത്തോടുകൂടി പൊളിഞ്ഞു. ഇനി എന്ത് റീസണിങ് തരും? നിങ്ങളും കൂടെ ഉണ്ടായിരുന്നല്ലോ അയാളുടെ കൂടെ നിന്ന് എന്നെ വിധിക്കാനും അവളെ കൊണ്ടുപോയി കൂട്ടിയിട്ട് നല്ല നടപ്പിന് ശിക്ഷിക്കാനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കമല ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇനി എന്തു പറഞ്ഞ് ഗംഗേട്ടൻ അയാളെ സപ്പോർട്ട് ചെയ്യും? അതൊന്ന് പറയാൻ പറഞ്ഞു. ഗംഗേട്ടൻ പൊട്ടം കളിക്കൊന്നും വേണ്ട. അലീന ബാലചന്ദ്രൻ്റെ മോളല്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വൈജയന്തി അവിടെ നിന്ന് നേരം വലിയ ഡയലോഗ് ഇറക്കി. ആ സമയത്ത് മനു ഇങ്ങനെ നോക്കിയിരിക്കാം. അപ്പോൾ അലീനയും ബാലചന്ദ്രനും അത് കൃഷ്ണയോടും അതുപോലെ രോഹിത്തിനോടും ബബിതയോടും പറഞ്ഞു. ബബിത അത് രഞ്ജിനിയോടും പറഞ്ഞെന്ന കാര്യവും പറഞ്ഞു. നിങ്ങൾക്കിതിനകത്ത് മുന്നറിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പൈസ വലിയ ആളായിട്ട് നിന്ന് പറയുമ്പം ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് മനു അങ്ങോട്ടേക്ക് ചെന്നു. ആൻറ്റി ചുമ്മാ കാടടച്ച് വെടിവെക്കല്ലേ കേട്ടോ എന്നും പറഞ്ഞു മനു ചെന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഏതാണ്ട് കള്ളത്തിന് ആൻറ്റിയോട് കാണിച്ചതുപോലെയാണല്ലോ ആൻറ്റിയുടെ സംസാരം. അങ്കിള് പറഞ്ഞ കാര്യങ്ങളെ ഞങ്ങൾക്കും അറിയത്തുള്ളൂ എന്ന് മനു പറയുമ്പോൾ, നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മനു, നിന്നോട് എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഗംഗണ്ണോടാണ് സംസാരിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജു വച്ച് വയ്ക്കുമ്പോൾ, അതെ നീ എന്നാത്തിനാ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറുന്നതെന്ന് കമല ചോദിക്കാം. ഞാനൊന്നും പറഞ്ഞില്ലേ, എനിക്കിനൊന്നും പറയാനും ഇല്ലേ, ഞാൻ പോയേക്കാം, നിങ്ങളെന്താന്ന് വെച്ചാൽ സംസാരിച്ചോളാൻ പറഞ്ഞു. മനു അങ്ങ് പോകുമ്പം, എടാ മനു നീ പോവല്ലേ അവിടെ നിൽക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗംഗേട്ടൻ വിളിക്കാം. മനുവിൻ്റെ പാട് നോക്കിപ്പോയി. അവൻ വെറുതെ പിണക്കി. ആലിയനുടെയും ബാലചന്ദ്രൻ്റെയും കാര്യം പറയുമ്പോൾ അപ്പോൾ അവൻ മുങ്ങും. ഇത് സ്ഥിരം പരിപാടിയായി പോന്ന് കമല. ഇവൻ മാത്രമല്ല കമലയെടുത്തി, ശിവേട്ടനും അങ്ങനെ തന്നെയാണെന്ന് പറയാ വൈജ. അപ്പം ഞാൻ അവനെ ഒന്ന് കൗണ്ട് ഡൗൺ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് വൈജ വലിയ ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ കമല ചെന്നിട്ട് വൈജ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. നമ്മളെ കുറ്റം പറയാനും കള്ളത്തരം കാണിക്കാനും ഈ വീട്ടിലെ ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ഒത്തൊരുമയുണ്ടല്ലേ വൈജെ? അന്നേരം കമലയിടത്തി ഇപ്പം ഗംഗേട്ടൻ മുങ്ങിയതാണെന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയാം. എൻ്റെ ആങ്ങളമാർ തന്നെയാണോ ഇതൊക്കെയെന്ന് എൻ്റെ സംശയം എന്ന് വൈജ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അമ്മ അവിടെ കിടക്കുന്നു. അമ്മയുടെ അടുത്തേക്ക് ഗംഗേട്ടൻ ചെന്നു. അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പം അമ്മ എടാ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം അമ്മയ്ക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു. ശിവൻ ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ പോണു. ശിവൻ ഇല്ലെങ്കിൽ എന്താ? അപ്പോഴത്തേക്ക് അമ്മ എഴുന്നേറ്റു. മകൻ പിന്നെ അമ്മയെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തുന്നു. പിന്നെ കമലയുടെ പട്ടാളഭരണമല്ലേ ഇവിടെ, തരുന്നത് തിന്നുക, വായടച്ച് മിണ്ടാതിരിക്കുക, ദിവസം മുഴുവനും കിടന്നുറങ്ങുക, അതല്ലാതെ വേറെന്താ? പട്ടാളത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലമ്മേ. അപ്പോൾ ഡിസിപ്ലിൻ ഉണ്ടെന്നേ ഉള്ളൂ. ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം.
ഇവിടെ ഇതുവരെ കമലയുടെ ഓർഡറുകളൊക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശിവനിപ്പോ പഴയതുപോലെയൊന്നുമല്ല, കുറച്ചൊക്കെ മാറ്റങ്ങളും വന്നു. വേണ്ടി വന്ന കമലയെ നിലയ്ക്ക് നിർത്താനുള്ള തൻ്റെ ഇടമൊക്കെ ആയി. അതൊക്കെ എങ്ങനെ സംഭവിച്ചമ്മേ? അപ്പൊ അളമുട്ടിയ ചേരയും തിരിഞ്ഞ് കടിക്കുമെന്നല്ലേടാ പഴഞ്ചൊല്ല് എന്ന് അമ്മ മോനോട് ചോദിക്കാം. ഇപ്പോൾ ഹരിയെ കാണാൻ സബ് ജയിലിലോട്ട് പോയതാണെന്ന് മനു പറഞ്ഞു എന്ന് പറയുമ്പം, നീ എന്നാ മോനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വരവ്? നീ വരുന്ന കാര്യം ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. അപ്പം ഞാൻ ആരെ അറിയിച്ചില്ലമ്മേ. പോരണമെന്ന് തോന്നി കാർ എടുത്ത് അപ്പോഴേ പോന്നു എന്ന് അദ്ദേഹം പറയുക. ചുമ്മാതെ അങ്ങനെയൊന്നും നീ വരത്തില്ലെന്നൊക്കെ എനിക്കറിയാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നതാണോ? നീ ഇങ്ങോട്ട് ഇരിക്കടാ, ഇവിടെ ഇരുന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോനെ വിളിച്ച് അടുത്തിരുത്തുക. അപ്പം മോൻ വന്ന് അമ്മയ്ക്ക് അരികിൽ ഇരുന്നു. ഇന്നലെ ബാലേന്ദ്രൻ എന്നെ കാണാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓ, എന്നതാടാ കാര്യം? എന്നത്തിനാ വന്നേ? അത് പിന്നെ അലീന കടപ്പാട്ടൂരിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ നീ എന്നാന്ന് പറഞ്ഞു? അപ്പം ഞാൻ എന്നാ പറയാനാമേ? ബാലേന്ദ്രൻ്റെ ഉദ്ദേശം അത് വേറെയാണെന്നും പഴയ സ്റ്റാൻലി ജോസഫ് എൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ആള് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ കേട്ടിട്ടല്ലേടാ ഉള്ളൂ. അപ്പോൾ വൈജയെ തേടി ഒരു തവണ ഇവിടെ അയാൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുക. പക്ഷേ എനിക്കന്ന് കാണാൻ പറ്റിയില്ലടാ. ഞാനന്ന് വൈജയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടേ ശങ്കുണ്ണിയേട്ടൻ്റെ വീട്ടിൽ പോയേക്കുമല്ലായിരുന്നോ ശാസ്തമംഗലത്തെ. അപ്പോൾ ബാലേന്ദ്രൻ ഇപ്പോൾ സ്റ്റാൻലി ജോസഫിനെ തേടി നടക്കുകയാണെന്നും എൻ്റെ അടുത്ത് വന്ന് കൊട്ടാരമറ്റത്തിൽക്കാരുടെ അഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അയ്യോ, ആണോ? അതെന്നാത്തിനാ? നീ അത് കൊടുക്കണ്ടായിരുന്നല്ലോടാ എന്ന് പറയുമ്പോൾ, കൊടുക്കാതിരുന്നാലേ അയാൾ വഴക്കുണ്ടാക്കും അമ്മേ. അരുതാത്തതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അയാളിപ്പോൾ സ്റ്റാൻലിയെ കാണാൻ പോയിരിക്കുക പുനലൂർക്കേ. അപ്പോൾ സ്റ്റാൻലിയെ കണ്ടിട്ട് എന്നെ കാണിക്കാനായിരിക്കും. അലീനയെ അയാളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോഴത്തേക്കും അലീന എന്തിനാ അയാളുടെ കയ്യിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് അമ്മയ്ക്ക് ബോധം വീണത്. പിന്നെ അമ്മയ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അമ്മ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമോ? അയാളാണല്ലോ അവളുടെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ പറയുമ്പോൾ അമ്മ പിന്നെ ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതിരുന്ന് കേൾക്കുക. വൈ ചെയ്ത് അറിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം? അവളെങ്ങനെ ഇതൊക്കെ അറിയാനാ? ബാലേന്ദ്രൻ തന്നെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അയാൾ പറഞ്ഞില്ല എന്ന് തന്നെ വെക്കും. അലീന പോകുന്ന സ്ഥലം ഏതെന്ന് അയാളുടെ മക്കളെന്തായാലും അറിയാതിരിക്കുമോ എന്ന് ഗംഗേട്ടൻ ചോദിക്കുക. അവരിൽ നിന്ന് അവൾ അറിയാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഇല്ലേ? അതും മൂടി വെച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. അലീനയെ എങ്ങോട്ടാണ് പറഞ്ഞയച്ചതെന്ന് വൈജി അന്വേഷിക്കാതിരിക്കുമോ എന്ന കാര്യം ഗംഗേട്ടൻ ചോദിക്കുക. അവൾ എങ്ങനെയാണേലും അറിയും, അത് ഉറപ്പാ. ഇനി എല്ലാ പഴുതും നമ്മൾ അടച്ചാലും ശരി, സ്റ്റാൻലി ഇത് രഹസ്യമാക്കി വെക്കുവോ എന്ന് ചോദിക്കുക. അയാൾക്ക് പഴയ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിലോ അയാൾ കേസിനും വഴക്കിനും ഇറങ്ങി തിരിച്ചാൽ നമ്മൾക്കെല്ലാം അത് ദോഷമായി വരില്ലേ? ബാലേന്ദ്രൻ പോയി സ്റ്റാൻലിയെ കണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ കാണും, അത് ഉറപ്പാ. അങ്ങോട്ടാ പോയിരിക്കുന്നത്. അവൻ നിന്റെ വീട്ടിൽ വല്ലതും വന്നായിരുന്നോ? ഇല്ല, വന്നില്ല. എന്നോട് ഭയങ്കര കലിപ്പാണല്ലോ. നമ്മളെല്ലാവരും കൂടി അവനെ ചതിച്ചു എന്നും അവൻ പറഞ്ഞു. ഹോട്ടലിൽ വന്ന് മുറിയെടുത്തിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. നീ എന്തിനാ അവൻ വിളിച്ചോടത്തേക്ക് പോയത്? പോകാതെ പറ്റുമോ അമ്മേ? അവൻ്റെ കയ്യിലല്ലേ ആയുധം ഇരിക്കുന്നത്. അവൻ എന്നോട് സംസാരിക്കുന്ന ഭാഷയൊന്നും അമ്മ കേട്ടിട്ടില്ലല്ലോ. തൊലി ഉരിഞ്ഞു പോകും പച്ചയ്ക്ക്. ഈ ചീത്ത വിളിച്ചു അവൻ നിന്നെ. ചീത്ത വിളിയൊക്കെ പിന്നെ സമാധാനമുള്ള കാര്യമാണ്. രണ്ട് തല്ലിയാലും വേണ്ടില്ലായിരുന്നു. അതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള ഭാഷ അവൻ പറയണേ. അമ്മയോടതൊന്നും പറയാൻ കൊള്ളത്തില്ല എന്ന് അദ്ദേഹം പറയുമ്പം, നീ പോയി നിന്റെ പണി നോക്കടാന്ന് പറഞ്ഞാൽ അവൻ നിന്നെ എന്നാ ചെയ്യാനാ? എന്നെ ഒന്നും ചെയ്യാനില്ല. അവൻ നേരെ വന്ന് കുടുംബയോഗം വിളിച്ചു കൂട്ടി വിളംബരം ചെയ്യും. വൈജ ആരാണെന്നും അലീന ആരാണെന്നും. വൈജയൻ നമ്മളും അയാളെ എങ്ങനെയാണ് ചതിച്ചതെന്ന് കൊട്ടിഘോഷിക്കുമെന്നും പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നും ഗംഗേട്ടൻ ചോദിക്കുക. ഇതൊക്കെ കേട്ടപ്പം ഇതിൽ നിന്ന് തലയൂരാൻ ഒരു വഴിയില്ലേ മക്കളെ? ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വൈജ കടപ്പാട്ടൂരോട്ട് തിരിച്ചു പോവുക, അലീനയെ കടപ്പാട്ടൂർ എന്നെ പിടിച്ചു നിർത്താം. അത് നടക്കില്ല മോനെ. അവളോട് ഞാൻ ആകുന്നതും പറഞ്ഞു നോക്കി. വൈജ ഒരു ഇഞ്ചിന് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുമ്പം, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ ബാലേന്ദ്രൻ സ്റ്റാൻലിയെ കാണുമെന്നും അതിനു വേണ്ടി മാത്രമാണ് ഞാൻ അതിരാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിച്ചതെന്നും ഗംഗേട്ടൻ പറയുവാട്ടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ, നീ തന്നെ വൈജയോടൊന്ന് സംസാരിച്ച് നോക്ക്. നിന്നെ അവൾക്ക് ഇച്ചിരിയെങ്കിലും പേടിയുണ്ടല്ലോ. ഞാൻ അവളോട് സംസാരിച്ചാൽ ചിലപ്പോൾ അടി കൊടുത്തെന്നിരിക്കും അമ്മേ. അതുകൊണ്ടാ
ഇനി ശിവനും കൂടെ വന്നിട്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അലിയനെ ഇവിടെ വന്നപ്പോൾ ഞാൻ അവളോടും പറഞ്ഞതാ പോകല്ലേ കുഞ്ഞേന്ന്. അവളാണെങ്കിലോ ആ പിള്ളേരെയെല്ലാം മെരുക്കിയെടുത്ത് ചിറകിൻ്റെ കീഴെ കൊണ്ടു നടക്കുന്നത് പോലെ അത്രയും നന്നായിട്ട് വഴി നടത്തിക്കൊണ്ടിരിക്കുക. അവൾക്ക് ഒട്ടും മനസ്സുണ്ടായിട്ടല്ല അവൾ പോകുന്നേ. വൈജയുടെ ഒരു ഒറ്റ വാശി കാരണമാണ്. കുത്തിത്തിരിപ്പും കുശുമും വൈരാഗ്യവും അസൂയയും. അവൾ ഇതിനൊക്കെ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ സങ്കടത്തോടെ പറയുമ്പം ചിലപ്പോൾ ഞാൻ ഓർക്കും എല്ലാം അങ്ങ് പൊട്ടിച്ചാലോ എന്ന്. എന്നെങ്കിലും ഒരിക്കലും ഇതൊക്കെ അവൾ അറിയണ്ടേ. പക്ഷേ വൈജ ആരുടെയെല്ലാം മുന്നിൽ ചെറുതായി പോകും. സ്വന്തം മക്കളുടെ മുന്നിൽ പോലും ഒന്നും അല്ലാതായി പോവില്ലേ. പിന്നെ അവൾ ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വേണ്ട മോനെ, നീയായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട, നമ്മളായിട്ട് തകർക്കണ്ട ഒന്നും എന്നും പറഞ്ഞ് അമ്മ സങ്കടപ്പെടുന്നു. പോകുന്നിടത്തോളം ഇതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ മകനോട് പറയണു. ഇതെല്ലാം കേട്ട് മകൻ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അമ്മയും ആകെ സങ്കടപ്പെട്ട് കരഞ്ഞു വിളിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന മനുവിനെയാണ്. മനുവും ഗംഗണ്ണനും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ അവർക്കാർക്കും ഇപ്പോഴും അലീന ആരുടെ മോളാണെന്നറിയില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതാർക്കും അറിയില്ല വലിച്ച, അതുമാത്രം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ കൃഷ്ണയ്ക്ക് മാത്രം ഇപ്പോഴും അറിയാം. ഇവിടെ ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ എന്ന് ചോദിച്ചു. എന്തായിരുന്നെന്നോ, വൈജാൻ്റെ അമ്മയും കൂടെ ഞങ്ങൾ ആടി ചോദിക്കും നശിപ്പിച്ചില്ലേ. എലിച്ചിനിപ്പോഴെ കണ്ടതേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു മനു. അങ്ങനെ ഇവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുറത്ത് പോയ ശിവേട്ടൻ തിരിച്ചു വന്നു. ശിവേട്ടൻ വന്നപ്പം ഇതെന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ ഒരു വരവ്, എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഫോണിൽ വിളിച്ചുകൂടായിരുന്നു എന്ന് ശിവേട്ടൻ ചോദിക്കുമ്പോൾ ഫോണിലൂടെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വിളിക്കാനും പറയാനും നിൽക്കാതെ ഞാനിങ്ങ് പോകുന്നത് എന്ന് ഗംഗേട്ടൻ പറയുന്നു. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ എപ്പോൾ വന്നു, എന്തിനു വന്നു, എന്താ വിളിക്കാതെയും പറയാതെയും വന്നത് എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ കേട്ടും അടുത്തേ. അപ്പം പിന്നെ നീ ആഗ്രഹിക്കുന്നതും കൂടെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. എന്താ ഗംഗേട്ടാ, പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നം തന്നെയാണ്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് ശിവേട്ടൻ ഇങ്ങനെ ഇവരോട് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവരിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. ടാറ്റാ.